നമസ്കാരം. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ പോയി പ്രതിഷേധിച്ച ചുരുക്കം ചില ആളുകൾ കേരളത്തിലുമുണ്ട്. രഞ്ജിനി ഹരിദാസിനെ പോലുള്ളവർ, സിജ റോസിനെ പോലുള്ളവർ. അതിൽ ഒരാളായിരുന്നു ജാൻമണി. ബിഗ് ബോസിലൂടെ തന്നെ ജാൻമണിയെ പലർക്കും പരിചിതമാണ്. സെലിബ്രിറ്റി മേഖലയിൽ ജാൻമണി ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. എന്നാൽ ജാൻമണിയുടെ പ്രതിഷേധം കുറച്ചധികം അതിര് കടന്നുപോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൂടെയും എക്സ് എന്ന പ്ലാറ്റ്ഫോമിലൂടെയും ഒക്കെ വീഡിയോയിലൂടെ ആളുകളിലേക്ക് അദ്ദേഹം സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് മുന്നേയായി. ആ സമയത്ത് അദ്ദേഹം വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്ന ഘട്ടത്തിൽ ഫ്രണ്ട്സ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ ആരംഭിക്കുന്നത് തന്നെ. ഈ വീഡിയോയ്ക്കെതിരെ പ്രതിഷേധിച്ചും അല്ലാതെയുമൊക്കെ ആളുകൾ രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിമർശിക്കുന്നത് സ്വാഭാവികമാണ്. ഒരു ഭരണകൂടത്തിനെതിരെ വിമർശിക്കാം, പ്രധാനമന്ത്രിക്ക് നേരെ വിമർശനം ഉന്നയിക്കാം. അതൊക്കെ സ്വാഭാവികമായും ജനാധിപത്യത്തിൽ അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ അതിർവരമ്പ് ലംഘിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ഒരു വലിയ രീതിയിലേക്ക് മാറും. അതൊരു വലിയ വിഷയത്തിലേക്ക് തന്നെ നീങ്ങും. ഇവിടെ ജാൻമണി പ്രതികരിച്ചത് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ഓൺലൈൻ മീഡിയയുടെ ചോദ്യത്തിന് ജാൻമണി പറഞ്ഞ മറുപടി, ഫ്രണ്ട്സ്, ആരാണ് ഇയാളുടെ ഫ്രണ്ട്സ്? വായിൽ തമ്പാക്കും ചവച്ചുകൊണ്ട് നിന്നിട്ട് വീഡിയോയ്ക്ക് മുന്നിൽ വന്ന് ഫ്രണ്ട്സ് എന്ന് പറയുന്നു എന്നാണ് ജാൻമണി ദാസിൻ്റെ അഭിപ്രായം. ഇതൊരു അഭിപ്രായമായിട്ട് കൂട്ടുന്നതിനേക്കാൾ ഉപരി ഒരു വ്യക്തി ഹത്യ എന്ന രീതിയിൽ വരെ കാര്യങ്ങൾ മാറുകയും ചെയ്തു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് ഈ വിമർശനം. ഇത് വിമർശനത്തെക്കാൾ ഉപരി അതിൻ്റെ അതിർവരമ്പ് വരെ ലംഘിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് നേരെയാണ് ഈ വാക്കുകൾ ഉന്നയിച്ചത് എന്നതുകൂടി ഓർക്കുക. സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമുണ്ടായി. ജാൻമണി യുവാക്കൾക്കൊപ്പം നിൽക്കുകയും CJP പ്രൊട്ടസ്റ്റിന് അനുകൂലമായിട്ട് നിന്ന് സംസാരിക്കുകയും ചെയ്ത വ്യക്തികളിൽ ഒരാളാണ്. ജാൻമണിക്ക് അതനുസരിച്ചുള്ളൊരു ലവ് സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം നാളുകളായി, പ്രത്യേകിച്ച് ഈ 2-3 ദിവസങ്ങളിലായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വിമർശനം ആ സ്നേഹിച്ചവർക്ക് തന്നെ വിപരീതമായി മാറുകയും ചെയ്തു. അവർ തന്നെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇതിന് ഫലമായി ജാൻമണി ദാസ് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ഒരു മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായി. താനത് തമാശ രീതിയിലാണ് പറഞ്ഞത്, സീരിയസ് ആയിട്ടൊന്നും ഉദ്ദേശിക്കേണ്ട, അതുകൊണ്ട് താൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞ് ജാൻമണി ദാസ് പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ സോഷ്യൽ മീഡിയയിലെ BJP ഹാൻഡിലുകളിലും സാധാരണക്കാരായ ജനങ്ങൾക്കും ഈ മാപ്പ് അങ്ങ് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് വേണം തന്നെ പറയാൻ. പല പോലീസ് സ്റ്റേഷനുകളിലും ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും ജാൻമണി ദാസിനെതിരെ പരാതികൾ നിറഞ്ഞു കവിയുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ ജാൻമണിയുടെ വാക്കുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതിക്ക് പിന്നിലെ ആധാരം. ഇപ്പോഴിതാ നടനും മുൻ സ്ഥാനാർത്ഥിയും ഒക്കെയായിരുന്ന വിവേക് ഗോപൻ, അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട, അദ്ദേഹം ഒരു സീരിയൽ നടനാണ്, CCLിലൊക്കെ പ്രധാനപ്പെട്ട പ്ലെയറാണ്, സിനിമാ നടനും കൂടിയാണ് വിവേക് ഗോപൻ ഇപ്പോഴിതാ ജാൻമണിക്കെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾ വെക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. ജനാധിപത്യ രാജ്യമാണ്, വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല. അതിൽ ശക്തമായി അപലപിക്കുന്നു എന്നാണ് വിവേക് ഗോപൻ പറയുന്നത്. ഇതൊരു വിവേക് ഗോപൻ്റെ മാത്രം പ്രസ്താവനയല്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ജാൻമണി ഇത് വളരെ തമാശയോടുകൂടിയും വളരെ പുച്ഛിച്ചുമാണ് പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ CJPയുടെ പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ആളുകൾ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്ന, പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കുന്നതിൽ പലതിലും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ജന്തർ മന്ദറിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് വിമർശിക്കാം, പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഒരു വ്യക്തി അധിക്ഷേപത്തിലേക്ക് നീങ്ങുക, വ്യക്തി ഹത്യയിലേക്ക് നീങ്ങുക, അതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ നിങ്ങൾ സംസാരിക്കുമ്പോഴേക്കും കുറച്ച് തലയിൽ ആൾതാമസമുള്ളവർക്ക് എങ്ങനെ വിമർശിക്കണം എന്നുള്ളൊരു സാമാന്യമായ ബോധമുണ്ടാകാം. ആ വിമർശനത്തിൻ്റെ അതിർവരമ്പുകളൊക്കെ അപ്പാടെ ലംഘിച്ചുകൊണ്ട് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് പറയാം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ നടപടിയാവില്ല എന്നതും കൂടി സോഷ്യൽ മീഡിയ പറയുകയും ചെയ്തു. അങ്ങനെ ജാൻമണി ദാസ് സ്വയം കുഴിച്ച കുഴിയിൽ വീണു എന്ന് പറയേണ്ടി വരും. അവർ തന്നെ ആദ്യം വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ യൂത്തിൻ്റെ സപ്പോർട്ട് നേടിയെടുത്തതാണ്. എന്നാൽ ആ വിമർശനങ്ങൾക്ക് യാതൊരുവിധ ചങ്ങലയും ഇല്ലാതെ പൊട്ടിവിട്ട പട്ടം പോലെ വായിൽ തോന്നുന്നു വിളിച്ചു പറഞ്ഞ ജാൻമണിയുടെ വാക്കുകളെയും ഇപ്പോൾ സോഷ്യൽ മീഡിയ ആക്രമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.